ഹായ്, നമ്മളങ്ങനെ വട്ടവടയില് റൂം കിട്ടിക്കാണ്. നൈസ് സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊന്നുമില്ല, നമ്മളെന്തായാലും ഇവിടെ എത്തും. നിനക്കിവിടെ എത്താൻ ഒരു നിയോഗം ഉണ്ടെങ്കിൽ നമ്മളോട് എത്തിയിരിക്കും. ഇവിടെയാണ് നമ്മള് സ്റ്റേ ചെയ്യാൻ പോണത്. കണ്ട, വട്ടവട അല്ലേ? വട്ടവടയിന്ന് അടിപൊളി സ്റ്റേ ആയിരുന്നു നൈറ്റ്. വട്ടവട കണ്ട് ഇനി എവിടേക്കെങ്കിലും പോകണം. അടിപൊളി സ്ഥലത്താണ് താമസിച്ചത്. സ്റ്റേ ചെയ്ത സ്ഥലം ടൗൺ ഭാഗത്ത് ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ്. ഫുഡ് കഴിക്കണം. അപ്പൊ എന്റെ കൂടെ കാടലി കവിത എന്ന് പറഞ്ഞ പ്രശസ്തയായിട്ടുള്ള ആളുണ്ട്. കോമഡി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ആൾക്കാർ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഹോട്ടലിലേക്ക്. അപ്പൊ എനിക്കൊരു സംശയമായി അവിടെ ഫുഡ് ഉണ്ടോ ഇവിടെ തന്നെ കയറണം. ഞാൻ ചിന്തിച്ചു അവരൊക്കെ ഓടി വരണം. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അവിടേക്ക്. വട്ടവടയൊന്നും ഊണ് കഴിക്കാണ്. നല്ല ഊണാ. ഞങ്ങളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഇതാ പുറത്തിറങ്ങിയേക്കാണ്. പക്ഷെ ഇവിടുത്തെ വ്യൂ ആണ് പറയാനുള്ളത്. അസാധ്യ വ്യൂ കാണിച്ചു തരാം. വാവ്, ബ്യൂട്ടിഫുൾ. അഞ്ജലിക്ക് വട്ടവട ഇഷ്ടമായി. വട്ടവടനെ പറ്റി 2 വാക്ക്. നല്ല പീസ് ആയിരുന്നു. രാത്രി ഭയങ്കര മനുഷ്യന്മാരവിടെ ജീവിക്കണ്ടോ നമുക്ക് ഡൗട്ട്. അത്രയും ആക്ച്വലി ഇവിടെ ഒരു ശബ്ദമില്ല. നമ്മൾ മിണ്ടാന്ന ഹോട്ടലിന്റെ ഉള്ളിലത്തെ ശബ്ദം ഉണ്ടാവും, അല്ലാണ്ട് ഒരു ശബ്ദമില്ല. വേറെ പ്രശ്നം അതായത് നമ്മൾ നിക്കണ സ്ഥലത്തൊന്നും പ്രത്യേകിച്ച് ആൾക്കാരുടെ സൗണ്ടുകളോ ഡിസ്റ്റർബൻസോ വണ്ടികളുടെ സൗണ്ടുകളോ ഒന്നുമില്ല. ഇഷ്ടമായി വട്ടവട. ഈ ട്രിപ്പ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമായി. താങ്ക്സ് ടു മിഥുൻ സാർ ആൻഡ് കവിത മിസ്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇപ്പം മിഥുൻ സാർ കാണാണ്ടാണ്. മിഥുൻ സാർ കാണുന്നുണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാനിടുമ്പോ ഈ വീഡിയോ ഇടണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ 2 പേരുടെ ഹൃദയത്തിൽ നിന്നുള്ള താങ്ക്സ് ആണ്. ലവ് യു. നമ്മളിപ്പോ വട്ടവടയിലുള്ള സ്ട്രോബെറി ഫാം കാണാൻ പോവാണ്. സ്ട്രോബെറി ഫാം വട്ടവട വൺസ് വരണട്ടാ. പൊളി സ്ഥലാണ്. കാരണം മൂന്നാറിന്റെ ഒരു മൂടല്ല, ശരിക്കും ഒരു മലയോര ഗ്രാമപ്രദേശം, കൃഷിപ്പാടം. സ്ട്രോബെറി ഫാം കാണാൻ വരികയാണ്. അടിപൊളി സ്ഥലാട്ടോ. ഇവിടേക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നതൊരു ഭാഗ്യം. കൊടയുണ്ട്. ഓ ഓ സൂപ്പർ ഫ്രഷ് സ്ട്രോബെറി. ഹായ്, നമ്മളങ്ങനെ ഫ്രഷ് സ്ട്രോബെറി കഴിക്കാണ്. കോട വരുന്നുണ്ട്. സൂപ്പർ അടിപൊളി സ്ട്രോബെറി ട്ടാ.
അവർ കൊടുക്കുക. നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ വിളവെടുക്കുന്നത് ഒരു ചെടിയെന്ന് ഓരോന്നായിട്ട് വിട്ടുകൊണ്ട് ഇത് എത്ര സമയം എടുക്കും വിളവാവാൻ? തൈ വെച്ച് 3 മാസം പിടിക്കും. 3 മാസം. 3 മാസം കഴിഞ്ഞ് ഇതുപോലെ ഇപ്പൊ 2 മാസമായി ഇതൊക്കെ തൈ വെച്ചിട്ട്. ഓക്കെ. നമ്മുടെ തൈ ആവശ്യം ഉണ്ടെങ്കിൽ ഈ വള്ളി വിടണം. വള്ളി വിട്ടിന്റെ അറ്റത്ത് തൈ വരും. തൈ വേണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ ഇപ്പൊ ഉണ്ടാകും നിറച്ച്. ഓക്കെ. പിന്നെ 1 മാസം കൂടി കഴിഞ്ഞാൽ ചോടത്ത് വലുതായി പൂക്കാൻ തുടങ്ങും. മോളിലിരിക്കണ മോള് മോള് ഏറ്റവും മൂത്ത നിങ്ങളുടെ മോളാ? ചൈൻഡ്. ഈ ക്യാബേജ് ഉണ്ടെന്ന് പറഞ്ഞത് എവിടെയപ്പോ? താഴെ ഏറ്റവും താഴെ അല്ലേ? ആ കാണുന്നത് അല്ലേ? നിങ്ങൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്നാ? നമുക്കാര് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. 400 കൊല്ലം മുമ്പ്. ഇപ്പൊ കൊലതേ മാത്രം അവിടെ ഉണ്ട്. ബ്രോക്കോളി. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഇത്ര ഓർഗാനിക് അല്ല. ഭാഗ്യം വേണം. വേഗം മുമ്പ് തോന്നല്ലേ? ഞാൻ തൃശ്ശൂര്. അവിടെ അല്ല ടൗണിൽ തന്നെയാണ്. കൊടുങ്ങല്ലൂർ തൃശ്ശൂര് പിന്നെയും പോണം. അതിന്റെ പാട്ട് കേട്ടല്ലേ? ആ ഇടിവാള്. വേണ്ട 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 താഴത്തേക്ക് ഇറങ്ങണ്ട. സ്ട്രോബെറി അവിടെ വാങ്ങിച്ചു ഞാൻ 3-4 വാങ്ങിച്ചു. എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണം. ഇതേ സാധനം തന്നെ അവിടെ വെക്കണം നിങ്ങള്? നല്ല തന്നെയല്ലേ? മൂന്നാറിലെ സ്ട്രോബെറി ഫാം കണ്ടു. ചേച്ചിയുടെ പേരെന്താ? അയ്യമ്മ. ആ ഞാൻ ജിപേയിൽ അയ്യമ്മ എന്നാ പേര് കണ്ടേ. അപ്പൊ ഞാൻ ആലോചിച്ചു ആരെ അയ്യമ്മ. അയ്യമ്മയുടെ സ്ട്രോബെറി ഫാം കണ്ടു. അടിപൊളിയാണ്. വട്ടവട നല്ല മഴ, നൈസ് എക്സ്പീരിയൻസ്. നല്ല ഇടിവെട്ടൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ക്ലൈമറ്റ് ആണ്. ഗുഡ് എക്സ്പീരിയൻസ് ഫ്രം വട്ടവട. ഞങ്ങളിവിടെ മഴയിൽ പെട്ടു. നല്ല മഴയായിരുന്നു. ഞങ്ങള് സ്ട്രോബെറി ഫാം ഒക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോ ഇത്തിരി മഴ പെയ്തു. അപ്പൊ ഞങ്ങളുടെ അമ്മപ്പതപ്പ് ഇവിടെ നിക്കണത് കാണിച്ചു തരാം. അമ്മപ്പൂതപ്പേ തലാകം നനഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ പുതപ്പുണ്ടായിരുന്നു. പുതവല്ല ബുദ്ധി കളിയാ പിള്ളേർക്കറിയില്ല. ജാതി സ്റ്റൈൽ ഇവിടെ തുടങ്ങാം. ഷൂ, ജാതി ഫ്രീക്ക് പാന്റും ഷർട്ടും. തലയിലെത്തിയപ്പോ പോയി അമ്മപ്പുതപ്പ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്തിരി സ്ട്രോബെറി വാങ്ങിക്കാൻ നിന്നതാ. വൈഗ സ്ട്രോബെറി ഫാം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഹണി, ജാം, സ്ക്വാഷ്, ഗാർലിക്, റൂംസ്, ഹോം സ്റ്റേ ആൻഡ് കോട്ടേജ്. മിഥുൻ സാർ ഇത്തിരി കൂടി സ്ട്രോബെറി ആയിട്ട് വരാം. സ്ട്രോബെറി കാണിച്ചു തരാം. ഓർഗാനിക് സ്ട്രോബെറി ആണ്. മൂന്നാറ് നമ്മള് ഇത് ഉണ്ടാക്കണ അയ്യമ്മ എന്ന് പറഞ്ഞ ചേച്ചിനെ കണ്ടു. ഫാമിൽ നമുക്ക് 4-5 സ്ട്രോബെറി ആയിട്ട് തന്നു. പിന്നെ 4-5 ഒന്നല്ല 10 ഒരു 10 തന്നുണ്ട്. 10 തന്നു. അത് തിന്നു. അത് ഇതിനൊക്കെ സ്വാതന്ത്ര്യം. ഇത് പൊട്ടിച്ച് കൊണ്ടുവന്നൊക്കെ ഉണ്ടാണ്ടോ. എന്നാലും നൈസാണ്. നമ്മള് ഇങ്ങനെയാണ് ശരിക്കും സ്ട്രോബെറി എപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെ അവിടെ നിന്ന് കിട്ടുന്നത് ദുരന്തങ്ങളാണ്. ദുരന്തോപരിയാണ് അത്. നമുക്ക് കുളിക്കാൻ പോകണം. ഞാനേ ഇവരുടെ കൂടെ നടന്നിട്ട് എന്റെ 2 കൊട കൊടുത്തു. അവസാനം എന്തായി, ഞാനത് നനഞ്ഞ് കുളിച്ച് വീണ്ടും കയറണം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു ആ കൊടയിൽ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ കോടയിൽ പെട്ട് അടിച്ചു പൊളിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല തലവേദനയുണ്ട്. വേറെ ഒന്നല്ല, ഉറങ്ങാണ്ടിരുന്നിട്ടുള്ള പ്രശ്നങ്ങളാ. മിസ്സിന് ഭയങ്കര തലവേദനയായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അഞ്ജനായിരുന്നു തലവേദനയായിരുന്നു. കോട കാണിച്ചരാട്ടാ. അടിപൊളി. മിഥുൻ സാർ അവിടെ ഫോട്ടോക്ക് പോസ് ചെയ്യണു. കവിത മിസ് അമ്മപ്പുതപ്പുമായി ഫോട്ടോ എടുക്കാൻ. എനിക്ക് സത്യം പറയല്ലോ, എനിക്ക് ഈ ട്രിപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വട്ടവട മിഥുൻ സാർ അവിടെ പോസ് ചെയ്യാണ്. കവിത മിസ് ഇവിടെ ഫോട്ടോ എടുക്കാണ്. വയ്യ ഇവിടെ മുടി ശരിയാക്കാണ്. അഞ്ജന എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇനി മിഥുൻ സാറിനെ കൂടി കാണിക്കാം. മിഥുൻ സാർ അവിടെ അകലത്ത് നിന്ന് പോസ് ചെയ്യാണ്. പക്ഷെ അടിപൊളി ഫ്രെയിം ഇട്ടാ. നമ്മളിപ്പോ എവിടെയോ വഴിയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാണ്. വട്ടവടയിൽ മൂന്നാർക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വഴി, കോട മഞ്ഞ്, കൊറേ പിക്സ് എടുത്തു ഞങ്ങൾ. തണുപ്പ്, നല്ല തണുപ്പ്. വിറക്കിയാ തണുത്തിട്ട്
കവിത മിസ് എന്താ പറയാനുള്ള തലവേദന എടുക്കുന്നു അമ്മ പതപ്പ് അമ്മ പൂരപ്പേരി മൂടാൻ